നിങ്ങളേവരെയും ഞങ്ങളുടെ വാൽപ്പാറ ബാലാജി ഗോൾഡൻ ടെമ്പിൾ ടൂർ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കണ്ടാലും കണ്ടാലും കൊതി തീരാത്ത, പറഞ്ഞാലും പറഞ്ഞാലും മതി വരാത്ത പച്ചപ്പും ഇളം തെന്നലും സുഖകരമായ കുളിരും എല്ലാം ഇണചേർന്നു നിൽക്കുന്ന അതിസുന്ദരമായ വാൽപ്പാറയും അതിനു ചുറ്റിലും പരന്നു കിടക്കുന്ന തേയിലത്തോട്ടങ്ങളും പൂഞ്ചോലകളും കാട്ടരുവികളും നിറഞ്ഞ മനം നിറയ്ക്കുന്ന കാഴ്ചകളിലേക്കാണ് ഞാനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇവിടെ നിങ്ങൾ കാണുന്നത് നല്ല മഴ ലഭിക്കുന്ന ബലഭൂയിഷ്ടമായ മണ്ണിൽ വളരുന്ന തേയിലത്തോട്ടങ്ങളെയാണ്. കാലാവസ്ഥയും മണ്ണിൻ്റെ ബലഭൂയിഷ്ഠതയും തേയിലയുടെ ഗുണനിലവാരത്തിന് വളരെ പ്രധാനപ്പെട്ടവയാണ്. ഉയർന്ന പ്രദേശത്തുള്ള തേയില ഗുണമേന്മയിൽ വളരെ മുന്നിട്ട് നിൽക്കുന്നു. എപ്പോഴും മഴ ലഭിക്കുന്ന വളരെ ഉയർന്ന പ്രദേശമായതിനാൽ ഇവിടുത്തെ ചെടികൾ വളരെ പച്ചപ്പ് നിറഞ്ഞതും കൊളുന്തുകൾ ധാരാളമുള്ളതുമാണ്. ഇവിടെ നിങ്ങൾ കാണുന്നത് തേയില നുള്ളുന്ന എസ്റ്റേറ്റ് ജീവനക്കാരുടെ കാഴ്ചയാണ്. പണ്ട് ഒക്കെ കൈകൊണ്ട് തേയിലയുടെ തളിരില കൂമ്പുകൾ നുള്ളിയെടുത്ത് അവരുടെ പുറകുവശത്ത് തൂക്കിയിട്ടിട്ടുള്ള വല പോലെയുള്ള ചാക്കുകളിൽ നിറയ്ക്കുന്നു. അവിടെ നിന്ന് ട്രാക്ടർ ഉപയോഗിച്ച് അവയെല്ലാം ലോഡുകളാക്കി ഫാക്ടറികളിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് പലവിധ പ്രോസസ്സുകൾ നടത്തിയാണ് നമ്മൾ ചായയിൽ ഉപയോഗിക്കുന്ന തേയില നിർമ്മിക്കുന്നത്. കൊളുന്തു നുള്ളുന്ന നിഷ്കളങ്കരായ സ്ത്രീകളോട് അവരുടെ കൂടെ നിന്ന് കൊളുന്തു നുള്ളുവാനുള്ള അനുവാദം ഞങ്ങൾ ചോദിക്കുകയുണ്ടായി. വളരെ സഹകരണത്തോടെ അവർ അതിന് സമ്മതിക്കുകയും അങ്ങനെ ഞങ്ങൾ അവരുടെ കട്ടറും തോൽസഞ്ചിയും എടുത്തു ധരിക്കുകയും അവരുടെ ഒപ്പം നിന്ന് തേയില കട്ട് ചെയ്യുകയും ചെയ്തു. നിങ്ങളിപ്പോൾ കാണുന്നത് അവരുടെ കൂടെ നിന്ന് തേയില കട്ട് ചെയ്യുന്ന ഞങ്ങളെയാണ്. കൂളിംഗ് ഗ്ലാസ് ധരിച്ച് ചുരിദാറുമിട്ട് തേയില നുള്ളുന്ന ആധുനിക യുവതിയെയാണ് നിങ്ങൾ കണ്ടുമുട്ടുന്നത്. അവിടെ ഞങ്ങൾ അഹമ്മദാബാദിൽ നിന്നുള്ള IRA ഉദ്യോഗസ്ഥനായ ധരംവീർ എന്ന മനുഷ്യനെയും അദ്ദേഹത്തിൻ്റെ ഫാമിലിയെയും കണ്ടുമുട്ടി. ഭാര്യയും 2 മക്കളുമാണ് അവരുടെ കുടുംബത്തിലുണ്ടായിരുന്നത്. വളരെ പെട്ടെന്ന് ഞങ്ങൾ തമ്മിൽ അടുക്കുകയും ആ പ്രദേശത്തെക്കുറിച്ചും അതിരപ്പള്ളി വാട്ടർഫാൾസിനെ കുറിച്ചും അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചറിയുകയുണ്ടായി. ഇവിടെ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ ദൂരമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ അതിരപ്പള്ളിയിലേക്കുള്ള യാത്ര റദ്ദാക്കുന്നതായി ഞങ്ങളെ അറിയിച്ചു. ഞങ്ങൾ അവരുടെ കൂടെ നിന്ന് ഒരു ഫാമിലി ഫോട്ടോ എടുത്ത് അങ്ങനെ അവരെ പറഞ്ഞയക്കുകയും ഇന്നത്തെ യാത്ര ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയും ചെയ്തു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അത് ലൈക്ക് ചെയ്യുവാനും മറക്കരുതെന്ന് ഓർമ്മിപ്പിക്കുന്നു.